പ്രവാസി മലയാളികളുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരും നോർക്കയും ചേർന്ന് ആരോഗ്യ അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന വാർത്ത വളരെ പ്രതീക്ഷയോടെയാണ് പലരും കേട്ടത്. എന്നാൽ ഇതിൽ എങ്ങനെ ചേരണം, എന്തൊക്കെ ആനുകൂല്യങ്ങളാണ്, എത്രയൊക്കെ രൂപയാണ് അടവ് തുക വരിക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. അതാണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നത്. പ്രവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് നാട്ടിൽ വരുമ്പോൾ കുറഞ്ഞ ചിലവിൽ നല്ല ചികിത്സ ലഭിക്കുക എന്നുള്ളത്. കാലങ്ങളായുള്ള പ്രവാസികളുടെ ഈ ആഗ്രഹമാണ് ഇപ്പോൾ സാധിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും പഠന ആവശ്യത്തിനായി സ്റ്റുഡന്റ് വിസയിൽ പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഇൻഷുറൻസിൽ പങ്കുചേരാം. നോർക്ക കെയർ എന്ന പദ്ധതിയിലൂടെ ഇന്ത്യയിലെ 12,000 ആശുപത്രികളിൽ പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഈ ഇൻഷുറൻസ് പദ്ധതി. ഇനി പ്രീമിയം തുക എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് 7,500 രൂപയാണ് ഒരാൾക്ക് വാർഷികം പ്രീമിയമായി വരിക. ഭർത്താവും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബ ഇൻഷുറൻസിന് 13,275 രൂപയാണ് പ്രീമിയം തുക. ഒരു വർഷത്തിലാണ്. 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും 4,130 രൂപ അധികമായി നൽകണം. 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കുടുംബ ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആർക്കൊക്കെ പദ്ധതിയിൽ അംഗമാകാമെന്ന് നോക്കാം. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പഠനത്തിനായി പോയവർക്കുമെല്ലാം ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയും. പ്രവാസികളിൽ നോർക്ക പ്രവാസി ID കാർഡ് ഉള്ളവർക്കും സ്റ്റുഡന്റ് ID കാർഡ് ഉള്ളവർക്കും നോർക്ക കെയർ പരിരക്ഷ ലഭിക്കും. ഇനി ഈ ഇൻഷുറൻസ് പരിരക്ഷ എങ്ങനെയാണ് ലഭിക്കുക എന്നത് നോക്കാം. അതായത് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസികൾക്ക് 70 വയസ്സ് വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് ലഭിക്കും. ക്യാഷ്ലെസ്, അതായത് പൈസ ഇല്ലാതെ തന്നെ ആശുപത്രികളിൽ നിന്നും ക്ലെയിം നൽകാൻ 60 ദിവസം വരെ സമയം ലഭിക്കും. ഇനി ചികിത്സയ്ക്കായി കിടക്കുന്ന മുറിയുടെ വാടകയ്ക്കായി ഇൻഷുറൻസ് തുകയുടെ 1% ലഭിക്കും. ICU ചാർജുകൾക്ക് ഇൻഷുറൻസ് തുകയുടെ 2% ലഭിക്കും. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപുള്ള 30 ദിവസത്തെയും പ്രവേശിപ്പിച്ച ശേഷമുള്ള 60 ദിവസം വരെയുമുള്ള ചികിത്സാ ചെലവും ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. ഡേ കെയർ ചികിത്സകളും ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിദേശത്ത് അപകട മരണം സംഭവിച്ചാൽ ഇൻഷുറൻസ് തുക പൂർണ്ണമായും നഷ്ടപരിഹാരമായി ലഭിക്കും. ഇതിനു പുറമെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഈ 50,000 രൂപ ചെലവിനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇന്ത്യക്ക് അകത്താണെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ 25,000 രൂപയാണ് ധനസഹായം ലഭിക്കുക. അപകടത്തിൽ സ്ഥിരമോ പൂർണ്ണമോ ആയ ശാരീരിക വൈകല്യം സംഭവിച്ചാലും ഇൻഷുറൻസ് തുകയായ 5 ലക്ഷം രൂപയും ഒരുമിച്ച് തന്നെ ലഭിക്കും. ഭാഗിക വൈകല്യങ്ങൾക്ക് പോളിസി ഷെഡ്യൂൾ പ്രകാരമുള്ള നഷ്ടപരിഹാരമായിരിക്കും ലഭിക്കുക. 1 വർഷമാണ് പോളിസിയുടെ കാലാവധി. ഓരോ വർഷവും ആരോഗ്യ അപകട ഇൻഷുറൻസ് പുതുക്കണമെന്നുണ്ട്. ഇൻഷുറൻസിൽ ഇനി എങ്ങനെയൊക്കെ ചേരാമെന്ന് നോക്കാം. അതായത് ഇൻഷുറൻസിലേക്ക് പ്രവാസികളെ ചേർക്കുന്നതിന് ലോകമെമ്പാടും വ്യാപകമായ ഒരു പ്രചാരണം നടത്താൻ തന്നെയാണ് നോർക്ക തീരുമാനിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 25 മുതൽ 1 മാസം നീണ്ടു നിൽക്കുന്ന രജിസ്ട്രേഷൻ ഡ്രൈവ് രാജ്യാന്തര തലത്തിൽ നടത്തും. പരമാവധി പ്രവാസികളെ പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് ഈ ഡ്രൈവിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രവാസി സംഘടനകൾ, ലോക കേരള സഭ അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി വിവിധ രാജ്യങ്ങളിൽ പ്രാരംഭ യോഗങ്ങൾ നോർക്ക നടത്തും. ആദ്യഘട്ട യോഗങ്ങൾ UAE-യിലാണ് നടക്കുന്നത്. ഈ മാസം 22 മുതൽ 24 വരെയാണ് ദുബായ്, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ യോഗം ചേരുന്നത്. അബുദാബി അലൈൻ മേഖലാ യോഗം 22-ന് വൈകുന്നേരം 7:30 അബുദാബി ബീച്ച് റൊട്ടാന ഹോട്ടലിലും, ദുബായ് മേഖലാ യോഗം 24-ന് രാവിലെ 10-ന് ദുബായ് ഗ്ലൈൻഡൽ സ്കൂളിലും, ഷാർജ, അജ്മാൻ, ഉമുൽ ഖുവൈൻ, ഉജറൈ, റാസൽ ഖൈമ മേഖലാ യോഗം 24-ന് വൈകുന്നേരം 6-ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലുമാണ് നടക്കുന്നത്.